السلام عليكم ورحمة الله تعالى وبركاته. عن أبي مالك الحارث بن عاصم الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم: الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأان أو تملأ ما بين السماوات والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك كل الناس يغدو فبائع نفسه فمعتقها أو موبقها. رواه مسلم. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബി മാലിക്കുൽ ഹാരിസ് ഇബ്നു ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ തൊട്ടുള്ളതായ ഹദീസാണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്: അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, സ്തുതി എന്നുള്ളത് അല്ലാഹുവിനെ സ്തുതിക്കൽ മീസാനാകുന്ന തുലാസിനെ നിറക്കുന്ന സംഗതിയാണ്. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിനെ കീർത്തിക്കല്, അല്ലാഹുവിനെ പുകഴ്ത്തി പറയുക എന്നുള്ളത് അത് രണ്ടും ആകാശഭൂമികളുടെ ഇടയിലുള്ളതായ ഒന്നിനെ നിറക്കുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത് ശുദ്ധി എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. ഒരു മനുഷ്യ ശരീരം എല്ലാ ദിവസവും ശുദ്ധിയിലുണ്ടാവുക എന്നുള്ളത് ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശർഈയായ നിയമപ്രകാരം ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ദിവസത്തിൽ 5 വക്ത് സമയം ശുദ്ധീകരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ശുദ്ധിയിലൂടെ ഒരുപാട് ശാരീരികമായ ഗുണങ്ങൾ ഉണ്ട്. അതിന് പുറമെ മനസ്സിനൊക്കെ നല്ല ശാന്തത ഉണ്ടാവുകയും ശുദ്ധിയിലൂടെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞ ഒരുപാട് ഇമാമിങ്ങളുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ അധിക സമയം ശുദ്ധിയോടുകൂടെ തന്നെ നിലനിർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. പെട്ടെന്ന് ഉളൂ മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി വീണ്ടും ഉളൂ എടുക്കുന്ന രീതിയായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അല്ലാഹു തആലക്ക് തസ്ബീഹുകൾ ചൊല്ലുക, സ്തുതികൾ അർപ്പിക്കുക എന്നുള്ളത് ആകാശഭൂമികളെ നിറക്കുന്ന ഒന്നാണ്. അത്രത്തോളം മഹത്വമുള്ള ഒരു സംഗതിയാണ്. വസ്സലാത്തു നൂറുൻ, നിസ്കാരം എന്നുള്ളത് പ്രകാശമാണ്. ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നതോടുകൂടെ എത്രയോ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. നിസ്കാരം അത് എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ നിസ്കാരത്തിനക്ക് കഴിയും. ആ നിസ്കാരം എന്നുള്ളത് അതൊരു വെളിച്ചമാണ്, പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, ധർമ്മം ചെയ്യുക എന്നുള്ളത് അതൊരു തെളിവാണ്. അദ്ദേഹം ധർമ്മം ചെയ്യുന്നതോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈമാനികമാകുന്നതായ ശക്തി ഊട്ടി ഉറപ്പിക്കാനും അദ്ദേഹത്തിനക്ക് കഴിയും. വസ്സബ്റു ളിയാഉൻ, ക്ഷമ എന്നുള്ളത് വെളിച്ചമാണ്. ഒരു മനുഷ്യനിക്ക് ഏറ്റവും കൂടുതൽ കഠിനമായ, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു സംഗതിയാണ് ക്ഷമിക്കുക എന്നുള്ളത്. ആ ക്ഷമ കടിച്ചു പൊടിച്ച് കൈകൊള്ളുന്നവൻ, അതിനെ കൈകാര്യം ചെയ്യുന്നവൻ ജീവിതത്തിൽ വിജയിക്കുമെന്നതിന് സംശയമില്ല. അതൊരു വെളിച്ചമാണ്. വൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക വഅലൈക, വിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആൻ അത് നിങ്ങൾക്ക് ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് സാഹിബുൽ അസ്ഹാബിഹി ഷഫീഅൽ അസ്ഹാബിഹി,
ആ പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആൻ ഓതിയതായ വ്യക്തിക്ക് ശുപാർശ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖബറിൽ കൂട്ടുകാരനായി വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് സാക്ഷിയായി വരും. അവലൈക പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആൻ അതിനെ തെറ്റായ രീതിയിൽ പാരായണം ചെയ്യുകയോ അതിനെ തെറ്റായ രീതിയിൽ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾക്കെതിരെയായി സാക്ഷി നിൽക്കുകയും ചെയ്യും. കുല്ലുന്നാസ് യഗ്ദു ഫഗായിഉൻ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ. ഓരോ മനുഷ്യരും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നിരിക്കൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അദ്ദേഹം വിൽക്കുന്നത്, അദ്ദേഹം മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നമ്മൾക്കുള്ളതായ ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യൻ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആത്മാവിൻ്റെ അടിസ്ഥാനത്തിലോടു കൂടെയായിരിക്കണം. ശരീരം പറഞ്ഞതുപോലെ അനുസരിക്കുകയും അതിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അധികരിക്കാൻ സാധ്യതകളുണ്ട്. ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് ജീവിതത്തിൽ ക്ഷമാശീലരാവുക എന്നുള്ളത്. ക്ഷമിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, മുന്നേറാൻ അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.